കാന്തപുരത്തിന്റെ സുരക്ഷിതവാദവും ഇന്ത്യയിലെ മുസ്ലിം യാഥാർത്ഥ്യങ്ങളും. ഒരു വിചാരണ. നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഫാസിസമല്ല, മറിച്ച് ആ ഫാസിസത്തെ മനുഷ്യത്വത്തിന്റെ മൂടുപടമിട്ട് വെള്ളപൂശാൻ ശ്രമിക്കുന്ന ചിലരുടെ മൗനവും നിലപാടുകളുമാണ്. ഇന്നിവിടെ നാം ചർച്ച ചെയ്യുന്നത് വെറുമൊരു രാഷ്ട്രീയ വിയോജിപ്പല്ല, മറിച്ച് വരുംതലമുറയുടെ അസ്തിത്വത്തെ ബാധിക്കുന്ന ഗൗരവകരമായ ഒരു നിലപാടില്ലായ്മയെക്കുറിച്ചാണ്. മനുഷ്യർക്കൊപ്പം എന്ന സുന്ദരമായ മുദ്രാവാക്യം മുഴക്കി അധികാരത്തിന്റെ ഇടനാഴികളിൽ ചുവപ്പു പരവതാനി സ്വീകരിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം: ചരിത്രം നിങ്ങളെ അളക്കുന്നത് നിങ്ങളുടെ സൗഹൃദങ്ങൾ നോക്കിയല്ല, മറിച്ച് അനീതി നടക്കുമ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്തു നിന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഫാസിസം അതിന്റെ കരാളഹസ്തങ്ങൾ നീട്ടി ഒരു സമുദായത്തെ വരിഞ്ഞുമുറുക്കുമ്പോൾ ഇരകളുടെ കണ്ണുനീർ തുടയ്ക്കേണ്ട പണ്ഡിതന്മാർ വേട്ടക്കാരന്റെ ചായക്കോപ്പകൾക്ക് മുന്നിൽ വിനീതവിധേയരായി ഇരിക്കുന്നത് നീതിയല്ല, അത് കാലം മാപ്പു നൽകാത്ത വഞ്ചനയാണ്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഈയിടെയായി ആവർത്തിച്ചു പറയുന്ന ഒരു പല്ലവിയുണ്ട്: ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്, ഇവിടെ ഭരണകൂട വിവേചനമില്ല. ഒരു വലിയ സമുദായത്തിന്റെ നായകനെന്ന് അവകാശപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര നിരുത്തരവാദപരമായി സംസാരിക്കാൻ കഴിയുന്നത്? ഈ പ്രസ്താവന ആരെ തൃപ്തിപ്പെടുത്താനാണ്? ആരുടെ അധികാരക്കസേരകൾക്ക് ഉറപ്പു നൽകാനാണ് ഈ വിടുവായത്തം? കാന്തപുരം പറയുന്ന ഈ സുരക്ഷിതത്വം വെറും മിഥ്യയാണെന്ന് തെളിയിക്കാൻ ഇന്ത്യയിലെ കത്തുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രം മതി. നമുക്കൊന്ന് പരിശോധിക്കാം. 1. ബുൾഡോസർ നീതിയും തെരുവിലാക്കപ്പെട്ട മനുഷ്യരും. ഭരണഘടന നൽകുന്ന മൗലികാവകാശം പോയിട്ട് ഒരു നേരത്തെ ആഹാരം കഴിച്ച് കിടന്നുറങ്ങാൻ സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ മാറ്റപ്പെടുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ മാത്രം 2,59,500-ലധികം വീടുകളാണ് ബുൾഡോസർ രാജ് എന്ന പേരിൽ മണ്ണോട് ചേർത്തത്. 16 ലക്ഷത്തിലധികം മനുഷ്യർ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാക്കപ്പെട്ടു. കാന്തപുരം പറയുന്ന ഈ സുരക്ഷിതത്വത്തിൽ ആ വീടുകളിൽ നിന്ന് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട പാവപ്പെട്ട മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നില്ലേ? അതോ അവരുടെ വേദനകൾ നിങ്ങളുടെ മനുഷ്യത്വത്തിന്റെ പരിധിക്ക് പുറത്താണോ? 2. തടവറയിലെ നിലവിളികൾ. നമ്മുടെ ജയിലുകളിൽ വിചാരണ പോലും നേരിടാതെ അഴികൾക്കുള്ളിൽ കഴിയുന്നവരിൽ 77% മുതൽ 78% വരെ മുസ്ലിങ്ങളും ദളിതരുമാണ്. UAPA എന്ന കരിനിയമം ഉപയോഗിച്ച് തടവിലാക്കപ്പെട്ട 8600-ലധികം പേരിൽ ഭൂരിഭാഗവും വർഷങ്ങൾക്കു ശേഷം നിരപരാധികളായി പുറത്തുവരുമ്പോൾ അവരുടെ യൗവനവും ജീവിതവും തിരിച്ചു നൽകാൻ ആർക്ക് കഴിയും? ഈ അനീതിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്ത പണ്ഡിതൻ എന്ത് മനുഷ്യസ്നേഹത്തെക്കുറിച്ചാണ് വാചാലനാകുന്നത്? 3. ആരാധനാലയങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും. കഴിഞ്ഞ കുറച്ചു കാലത്തിനുള്ളിൽ 35-ലധികം പ്രമുഖ പള്ളികളും മദ്രസകളും തകർക്കപ്പെട്ടു. ജയ് ശ്രീറാം വിളിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ മാത്രം 100-ലധികം ആൾക്കൂട്ട ആക്രമണങ്ങൾ നടന്നു. പള്ളികൾക്കുമേൽ അവകാശവാദങ്ങൾ ഉയരുമ്പോഴും വിശുദ്ധ ഗ്രന്ഥങ്ങൾ അപമാനിക്കപ്പെടുമ്പോഴും എല്ലാം ഭദ്രമാണ് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ മുറിവിൽ ഉപ്പുപുരട്ടുന്നതിന് തുല്യമല്ലേ? 4. വിദ്വേഷത്തിന്റെ മഹാമാരി. 2023 മുതൽ 2025 വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ മാത്രം 3151-ലധികം വിദ്വേഷ പ്രസംഗങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും ഉണ്ടായത്. ഒരു ജനതയെയാകെ അപരവൽക്കരിക്കുകയും അവരെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുന്നതിനെ എങ്ങനെയാണ് നമുക്ക് നീതീകരിക്കാൻ കഴിയുക? പ്രിയമുള്ളവരെ, അധികാരത്തോട് സൗഹൃദം പുലർത്തുന്നതും വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതും പണ്ഡിതധർമ്മമല്ല. വേട്ടക്കാരനോടൊപ്പം അത്താഴം കഴിച്ചിട്ട് ഇരയെ ആശ്വസിപ്പിക്കാൻ വരുന്നത് കാപട്യമാണ്. ഒരു കാലത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വർഗീയതയെ വിമർശിച്ചിരുന്നവർ ഇന്ന് സംഘടനാ താൽപര്യങ്ങൾക്കും സ്വാർത്ഥലാഭങ്ങൾക്കും വേണ്ടി മൗനം പാലിക്കുന്നത് വരുംതലമുറയോട് ചെയ്യുന്ന വലിയ ചതിയാണ്. യഥാർത്ഥ മനുഷ്യത്വം എന്നത് അധികാരത്തിനു മുന്നിൽ ശിരസ് നമിക്കുന്നതല്ല, അത് അനീതി അനുഭവിക്കുന്നവന്റെ വേദനക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതാണ്. അസൗകര്യകരമായ ചോദ്യങ്ങൾ പോലും ഭരണകൂടത്തിന്റെ കണ്ണു നോക്കി ചോദിക്കാനുള്ള ആർജവമാണ് ഒരു നേതാവിനുണ്ടാകേണ്ടത്. ചരിത്രമെല്ലാം രേഖപ്പെടുത്തും. നിങ്ങളുടെ ഈ മൗനങ്ങളെയും ഒത്തുതീർപ്പ് നിലപാടുകളെയും വരുംതലമുറ കൃത്യമായി വിചാരണ ചെയ്യും. അന്ന് മറുപടി നൽകാൻ കാന്തപുരത്തെപ്പോലുള്ള നേതാക്കൾക്ക് കഴിയാതെ വരും. നമുക്ക് വേണ്ടത് ഔദാര്യമായി ലഭിക്കുന്ന സുരക്ഷിതത്വമല്ല, മറിച്ച് ഭരണഘടനാപരമായ അവകാശങ്ങളും നീതിയുമാണ്. നീതിക്കൊപ്പം നിൽക്കാം, വഞ്ചനയെ തിരിച്ചറിയാം.